ഹായ് ഗീസ്, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി ചിക്കൻ മന്തിയുടെ റെസിപ്പി കേട്ടോ. ഇത് മസ്റ്റ് ട്രൈ ആണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി കേട്ടോ. അപ്പോൾ ഇതെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇനി വീട്ടിലേക്ക് പോകാം. ഇതാ ഞാനൊരു മീഡിയം സൈസുള്ള ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഓൾസാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ഉണ്ടല്ല, ഇത് നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അപ്പോഴത്തേക്ക് ഒരു മസാല ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ 2 ഡ്രൈ ലെമൺ എടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, മല്ലി, കുരുമുളക് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതാ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഇനി ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസില്ലേ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. പിന്നെ ആ ഒരു ചിക്കൻ പീസസ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കുക. പിന്നെ ഇതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. മാക്സിമം സമയം പറഞ്ഞത് അരമണിക്കൂർ, അതിൽ കൂടുതൽ വെക്കുന്നതായിരിക്കും ബെസ്റ്റ്. ഇതാ നമ്മൾ അരി എടുത്തിട്ടുണ്ട്. സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് സെല്ലൻ്റെ വൈറ്റ് റൈസാണ്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. കുറച്ച് വെള്ളം എടുത്തിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ, അതിൽ കൂടുതൽ പോകണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ, മാക്സിമം 1 മണിക്കൂർ അത് അങ്ങനെ വെച്ചാൽ മതി. സോക്ക് ചെയ്തിട്ട് അങ്ങനെ വെച്ചാൽ മതി. അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതാ ഒരു ചൂടായ ഓയിലിലേക്ക് ഇത് ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഒരു 5 മിനിറ്റ്, അതിൽ കൂടുതൽ പോകണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെക്കുന്നത്. ഇത് എന്നിട്ടൊന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മുരിയിച്ചെടുക്കാം കേട്ടോ. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ച് കൂടി ഇട്ടിട്ട് അതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് അടുത്ത ബാച്ചും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ഇതാ ഒരു പാത്രത്തിലേക്ക് 3/4 കപ്പോളം ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. 3/4 കപ്പോളം ഓയിൽ ഒഴിച്ചതിന് ശേഷം ഈ ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്കൊരു 2 സവാള എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 എടുത്താൽ മതി, വലിയതാണെങ്കിൽ 1 എടുത്താൽ മതി കേട്ടോ. കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നൊന്ന് മിക്സാക്കി വരുമ്പോഴേക്കും നമുക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതാ ഒരു വലിയൊരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ നിങ്ങൾ 2 എടുത്തോ, ഇത് വലുതായതുകൊണ്ട് 1 എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതാ മല്ലിയിലയും പുതിനയിലയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ 4 മാഗി ക്യൂബ് ചിക്കൻ സ്റ്റോക്കില്ലേ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ചെറുങ്ങനെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 4 തക്കാളി നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ. ഞാൻ 4 എടുക്കാൻ കാരണം ചെറുതായതുകൊണ്ടാണ്. നിങ്ങൾ ഇതിൽ വലിയ തക്കാളി ഉണ്ടെങ്കിൽ 2 എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പൗഡേഴ്സ് ഇടണം. 1 ടേബിൾ സ്പൂൺ മന്തി മസാല, അതേപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതേപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത ഓയിലില്ലേ അതാട്ടാ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഒരു ചിക്കൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മസാലയിൽ കിട്ടും. അതുകൊണ്ടാട്ടാ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഓയിൽ അധികം ചേർത്ത് കൊടുക്കുന്നതായിട്ട് പേടിക്കണ്ട. നമുക്കിതിലേക്ക് ആവശ്യമുണ്ട് ഓയിൽ. കാരണം ഈ ഒരു മസാലയിൽ തന്നെയാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ആ ഒരു അത്രയും ഓയിൽ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതാ ഞാൻ 5 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എടുക്കാൻ നോക്കുക. ഇതാ ഇതിലേക്ക് മല്ലി, കുരുമുളക് പൊടി, ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ 2 ബേ ലീഫും കൂടി ചേർത്ത്, പിന്നെ ഡ്രൈ ലെമണില്ലേ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട്.
ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അരി ഇട്ട് കൊടുക്കണം. അത് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരും. ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം. എന്നിട്ടൊരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഒന്ന് തുറന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും വേഗം വേവുള്ള അരിയാട്ടാ. വേഗം തന്നെ നമുക്ക് വെന്ത് കിട്ടും. അതാണ് സെല്ലൻ്റെ വൈറ്റ് റൈസിൻ്റെ ഗുണം. നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് ഞാൻ ഒന്നും കൂടി ഒരു 5 മിനിറ്റ് കൂടി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3/4 വേവാകുമ്പോഴേക്കും നമുക്ക് ഈ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ പീസസ് ഇല്ലേ, അത് ഇതിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ശേഷം ഒരു 5 പച്ചമുളക് എടുത്തിട്ട് ഇങ്ങനെ നടുവിലായിട്ടൊന്ന് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ആ പച്ചമുളകിൻ്റെ കൂടി ഫ്ലേവർ ഇറങ്ങി വരാനാട്ടാ. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും പച്ചമുളകിൻ്റെ. അപ്പോൾ അത് വെക്കാൻ ശ്രദ്ധിക്കുക. ഒരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ പീസസ് ഞാൻ നടുവിലത്തെ എടുത്തിട്ട് അങ്ങൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ചാർക്കോളൊന്ന് വെച്ചേക്കാനാട്ടാ. അപ്പോൾ ഇതാ ചാർക്കോൾ വെച്ചിട്ട് കുറച്ച് അതിൻ്റെ മുകളിലായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലേവറും കൂടി ഇറങ്ങിയിട്ട് നല്ലൊരു ഫ്ലേവറായിരിക്കും നമ്മളെ മന്തിക്ക്. ഇതെനിക്ക് തോന്നുന്നു ചിക്കൻ പീസസ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഈ ചിക്കൻ പീസസ് ഒന്ന് ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കേട്ടോ. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് മയോണൈസും കുറച്ച് ചട്നിയും അതിൽ ചിക്കൻ പീസസൊക്കെ എടുത്തിട്ട് കേൾക്കാൻ അടിപൊളിയാണ്. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.